പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി നിയോഗത്തിൽ വെച്ചത് എൻ്റെ മോൻ്റെ 2 വർഷം ദുബായി ജോലി ചെയ്തു, നഷ്ടപ്പെട്ടു. ആകെയുള്ളൊരു വരുമാനം മകൻ്റെ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് നിയോഗത്തിൽ പ്രാർത്ഥിച്ചു. 7ാമത്തെ പുതുക്കലായപ്പോൾ എൻ്റെ മകന് ആ കമ്പനി തന്നെ തിരിച്ചു വിളിച്ച് ജോലി നൽകി. ഇത്രയും നാളും ജോലി ഇല്ലാതെയിരുന്നു, 2 വർഷം ജോലി ഇല്ലാതെയിരുന്നു. 7ാം പുതുക്കലിന് എൻ്റെ മാതാവ് എൻ്റെ മകന് ജോലി നൽകി അനുഗ്രഹിച്ചു. ഈ ശനിയാഴ്ച 7 മണിക്ക് അവൻ പോവുകയാണ്. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. അതുപോലെ 15 വർഷമായി എൻ്റെ മകൻ്റെ വായി കുരുക്കൾ വന്ന് പൊട്ടി ആഹാരം ഒന്നും ഇറക്കാൻ പറ്റാതെ ഡോക്ടേഴ്സിനെ കാണിക്കും. പക്ഷേ അവർ വൈറ്റമിൻ ഗുളിക കൊടുക്കും, തൽക്കാലത്തേക്കൊന്ന് മാറും, പിന്നെ അതുപോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് വരും. ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അത് അമ്മ മാതാവ് എനിക്ക് എൻ്റെ മകന് പൂർണ്ണ സൗഖ്യം തന്നി. 1000 നന്ദി പറയുന്നു. എൻ്റെ കാലിന് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ എൻ്റെ ഉടമ്പടി എടുത്തു പോയി. 2ാമത്തെ പ്രാവശ്യവും ഇവിടെ വന്ന് പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി. എങ്ങനോ അറിയില്ല, പോയി കഴിഞ്ഞ് ഒരു കല്ല് ചവിട്ടി. കല്ല് എങ്ങനോ തിരിഞ്ഞാണോന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇടത്ത് കാല് ബ്ലഡ് ക്ലോട്ടായി, ഒരു കാല് മുഴുവനും നീര് വെച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റലിൽ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ കൈ പത്രം ഉണ്ടായിരുന്നു. ആ പത്രമൊക്കെ ലാബിലും ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കൊണ്ട് നടക്കും. നീരുണ്ട്, പക്ഷേ എനിക്ക് വേദനയില്ല. ഒക്കെയും ഡോക്ടേഴ്സ് ചോദിക്കും എന്താണ് വേദനയില്ലയോ എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ ഞാൻ പറയും വേദനയില്ല എന്ന് പറയും. അപ്പോഴേ ഞാൻ ഇവിടുന്ന് 1ാമത്തെ പുതുക്കല, അപ്പോഴേ അത്രയൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. എങ്കിലും മാതാവ് അവിടുന്ന് എനിക്ക് വേദന മാത്രമേ തന്നില്ല. കാൽ അതിശക്തമായി നീര് വെച്ചു. നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. 2 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്നു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ഒത്തു. അച്ഛൻ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ 6 മാസം ഗുളിക, അല്ലെന്നുണ്ടെങ്കിൽ 4 വർഷം ഗുളിക കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞു. 4 വർഷവും കഴിക്കേണ്ടി വന്നില്ല, 6 മാസവും കഴിക്കേണ്ടി വന്നില്ല. അച്ഛൻ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ കാലിന് യാതൊരു ബ്ലോക്കുമില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. നീരും മാറി ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനാഥാലയങ്ങൾ ആദ്യമൊക്കെ പൈസ കൊടുക്കുമായിരുന്നു, പിന്നെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മോനെയും കൊണ്ടായിരുന്നു പോകുന്നത്. പിന്നെ അനാഥാലയങ്ങളൊക്കെയും അനാഥാലയങ്ങളിൽ നിന്ന് വരുന്നവർക്കെല്ലാം പൈസ എൻ്റെ കഴിവിനനുസരിച്ച്, ഒത്തിരി അല്ല, എൻ്റെ കഴിവിനനുസരിച്ചുള്ള പൈസകളൊക്കെ കൊടുക്കും. പള്ളിയിൽ നിന്നൊക്കെ അനാഥാലയത്തിൽ പോകുമ്പോൾ പൊതി കെട്ടി കൊടുക്കും. പത്രം ആദ്യം വരുമ്പോൾ ഇവിടുന്ന് തരുന്ന പത്രമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി പത്രം കൂടുതൽ തരുമെന്ന് പറഞ്ഞപ്പോൾ 5 കെട്ട് പത്രം വെച്ച് ഞാനും എൻ്റെ മോനും കൂടി പോയി ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡിലും കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. ഞങ്ങൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, രാവിലെ ഒന്നും അങ്ങനെ എഴുന്നേക്കത്തൊന്നുമില്ല. ആത്മീയം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിൽ പിന്നെ രാവിലെ 5 മണിക്ക് ഉണർന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. കറക്റ്റ് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും, ധ്യാനം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ ധ്യാനം കൂടണമെന്നുള്ള ഇതിൽ ആകാംക്ഷയോടെ ജോലിയൊക്കെ ഒതുക്കി കുളിച്ച് ഞാൻ രാവിലെ 11:30 ആകുമ്പോഴത്തേന് അച്ഛൻ്റെ ധ്യാനം കേൾക്കും. നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. പിന്നെ പ്രാർത്ഥനയിലാണെങ്കിലും എല്ലാ സന്ധ്യാനമസ്കാരം പോലെ 6 മണിയാകുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ ചൊല്ലും. അതുപോലെ അതൊക്കെയും കൃപാസനത്തിൽ വന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണെന്ന് പറയാം. പിന്നെ കൊന്തമാല എനിക്ക് ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന പുസ്തകം മേടിച്ച് കൊന്തമാല മേടിച്ച് ചൊല്ലാനൊന്നും അറിയത്തില്ല. ഇവിടെ കത്തോലിക്കക്കാരൊക്കെ ഒന്നും കാണുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി. ഞങ്ങൾ കുടുംബമായിട്ട് സന്ധിക്കിരുന്ന കൊന്തമാല ചൊല്ലും. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഞങ്ങളിവിടെ ആദ്യമായി കൃപാസനത്തിൽ വന്നത്. അമ്മയ്ക്ക് ഈശോ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു. അമ്മ ഈശോ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഓരോ ആപത്ത് കടന്നു വരുമ്പോഴും അമ്മ ഈശോ ഓടി വരും. ഞങ്ങളുടെ കണ്ണ് നിറയുമ്പോൾ അതൊക്കെ എടുത്ത്
എടുത്തു മാറ്റി. മാതാവ് ഈശോ ഞങ്ങളെ അത്രമാത്രം കരുതുന്നുണ്ട്. ഒക്കെ ഞാൻ ഈ കൃപാസനത്തിൽ പുണ്യഭൂമിയിൽ വന്നതിൽ പിന്നെയാണ് എന്നുള്ളതാണ് സത്യം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പുണ്യഭൂമി കാലുകുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരവസ്ഥയിലായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനം.